ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇന്ന് രാവിലെ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. സ്കൂളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, അധികം ലോങ്ങൊന്നും ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അവരങ്ങനെ മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നുവിനെ മീലൊക്കെ കഴിപ്പിച്ചിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് പറഞ്ഞയപ്പിക്കും. മുടി കെട്ടിയാലും മുടി കൊളാവുമല്ലോ, തിരിച്ച് മദ്രസ വിട്ട് വരുമ്പോൾ ആ ഒരു ഇതൊക്കെ ആട്ടിയിട്ട് ഓല് കൊളാക്കുമല്ലോ. എന്നുവെച്ചാൽ മുടി അത് പെർഫെക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ അവളെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് അവളെ പറഞ്ഞേക്കും. പിന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. തൊള്ളയിൽ മുഴുവൻ പുണ്ണായതുകൊണ്ട് എനിക്ക് നേരത്തെ സംസാരിക്കാൻ കഴിയുന്നില്ല. ഫുഡൊന്നും നേരത്തെ കഴിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അൽത്താഫ് വന്നപ്പോഴത്തേനും യാസിൻ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനക്ക് പിന്നെ അൽത്താഫിനെ ജസ്റ്റ് ഒന്ന് വേണം, ഇല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് ചോറ് നമ്മൾ രാവിലെ എനിക്ക് വേണ്ടി വെക്കുമ്പോൾ അങ്ങനെ വെക്കും. അങ്ങനെ വെച്ചിട്ട് പോവും. പിന്നെ ഭയങ്കര കൊഞ്ചലാണ് അവനക്ക്. അൽത്താഫിനോട് പ്രത്യേകിച്ച് ഭയങ്കര കൊഞ്ചിയിട്ട് അവന് റിയാക്ട് ചെയ്യുന്നതും. അവനക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അൽത്താഫിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുള്ളൂ. അങ്ങനെ ചെറിയൊരു അട്രാക്ഷൻ അവനോട്, ഭയങ്കര ചെറുതൊന്നുമല്ല, ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ അൽത്താഫ് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴത്തേനും റാസിൽ ഫുഡ് കഴിച്ച് നീച്ച് പോയി. ഇനി ഇനി പതുക്കെ കഴിക്കാട്ടോ. അവൾ ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഇന്ന് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ചെറിയ കുക്കറിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നേരം വെളുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇന്ന് മണ്ണാർക്കാട് പോകണം എന്ന് കരുതിയിട്ടാണ് റെഡിയാക്കിയത്. അവിടെ ജസ്റ്റ് ഒരു പണിക്ക്, പക്ഷേ പണിക്കാർ ഇന്നലെ വരെ റെഡിയായിരുന്നു, ഇന്ന് അങ്ങോട്ട് റെഡി ആയിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ അവിടെ തന്നെ ഞങ്ങളെല്ലാം കഴിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് കഴിക്കാം, വീഡിയോസൊക്കെ എടുക്കാം എന്നൊക്കെയായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പറ്റിയിട്ടുണ്ടായില്ല. കണ്ടോ, നേരെ പോലത്തുള്ള 6 മണി ആ ഒരു ടൈമിലുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മാവും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടേക്ക് പ്ലേറ്റിലാക്കിയിട്ട് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പ്ലേറ്റിലാക്കാമല്ലോ നമുക്ക്, അങ്ങനെ ചെയ്യാമെന്ന് എഴുതിയിട്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു 8 മണിക്ക് മുന്നേ അവിടേക്ക് ഇറങ്ങിയിട്ട് ഒരു 8 മണിയാകുമ്പോൾ അവിടെ എത്തുന്ന രീതിക്ക് ഇറങ്ങാമെന്നൊക്കെയാണ് കരുതിയത്. ഇപ്പോൾ ഒരു 11 ആ ഒരു ടൈമിൽ രാവിലത്തെ ഫുഡ് കഴിച്ചാലും പിന്നെ ഉച്ചക്കൊന്നും ഫുഡ് കഴിക്കണ്ടല്ലോ, അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അടിച്ചൊക്കെ വാരിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേനും അവർ വിളിച്ചിട്ട് പറഞ്ഞു ആളുകളൊന്നും റെഡിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ മാവ് നമ്മൾ കാസറോളിലാണ് എടുത്ത് വെക്കുക. എന്നുവെച്ചാൽ മാവ് അരച്ചതിന് ശേഷം മാവ് ആ ഒരു അരക്കുമ്പോൾ ആ ഒരു ചൂടുണ്ടാവുമല്ലോ മിക്സിക്ക്. അപ്പോൾ ഈ ഒരു മാവിനും ഉണ്ടാവും, ആ സെയിം ചൂടും മാവിനുണ്ടാവും. അപ്പോൾ അത് മാവിന്ന് അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ കാസറോളിൽ ഇറക്കി വെച്ചാൽ നിങ്ങൾ നേരത്തെ കണ്ട മാതിരി ഇങ്ങനെ പൊന്തി വരും. ഇവിടെ ആണെങ്കിലോ നമ്മൾ കുക്കറിൽ വിസിലൊക്കെ വരുന്ന റെഡി ആവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഉപ്പിലിട്ട് വെച്ചതാണ് അരിമുളക്. പിന്നെ നമ്മളിങ്ങനെ ചോറിലൊന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈഡായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് അങ്ങനെ വെച്ചാണ് കേട്ടോ. എന്താ വിസിലൊക്കെ വന്നിട്ടുണ്ട്. റാസിൽ മദ്രസയിൽ പോയിട്ടില്ല കേട്ടോ. അവന് ആണ് ഈ വീഡിയോസൊക്കെ എടുക്കാൻ കൂടിയതൊക്കെ.
ഞങ്ങൾക്ക് മദ്രസയായിരുന്നു, അവർക്ക് 7:30-ക്ക് ശേഷമാണ്. പക്ഷെ അവർക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടോണ്ട് അതും ആച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനെ മുടക്കിയൊക്കെയായിരുന്നു കേട്ടോ. പക്ഷെ ഒന്ന് പോകാനും പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ തടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാവണ വരെ വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് പിന്നീട് എണ്ണ തൂകിയിട്ട് ഇതേമാതിരി നമ്മളുടെ ദോശ ചുട്ട് ഓരോന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ചുട്ടതിന് ശേഷം നമ്മൾ സ്കൂളിലൊക്കെ ഉച്ചക്ക് ചോറൊക്കെ കൊണ്ടുപോകണ പാത്രമില്ലേ, ആ പാത്രത്തേക്ക് ചുട്ടത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇറക്കി അങ്ങോട്ട് വെക്കും. പിന്നെ സാമ്പാർ പിന്നീടാണ് റെഡിയാക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് നമുക്ക് 3 ആൾക്കാരല്ലേ പോണേ, അപ്പോൾ 6 ഫുഡാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 6 എണ്ണം. അപ്പോൾ 2 ഡിഷ് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് 6 എണ്ണം. പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ കൂട്ടാനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നേരമായിട്ട് ചുട്ട് വരുന്നുണ്ട്. പിന്നെ ചായയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചായ അതപ്പുറത്ത് ഇങ്ങനെ ഇതാവുന്നുണ്ട്. അത് ഞങ്ങളുടെ സ്റ്റീലിൻ്റെ കുപ്പിയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ചൂടാറില്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം നിറക്കും ചെയ്യാം എന്നുള്ള ഇതിലാണൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് അവർ പറഞ്ഞു പണിക്കാരൊന്നും റെഡി ആയിട്ടില്ല, ഇന്നലെ രാത്രി വരെ ഒക്കെ റെഡിയാണ്, ഇന്ന് റെഡി ആയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ലാന്നും കരുതി. ഈ റാസിലിൻ്റെ ക്ലാസ് മുടങ്ങിയതാണ് കുറച്ചും ഇതായത്. കാരണം കുറേ ദിവസം മുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതായിരുന്നു കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും നേരൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ സാമ്പാറിനുള്ള മസാലക്കൂട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ പിന്നെ ആ സാമ്പാറിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കൂട്ടിയിട്ടായിരുന്നു ഉച്ചയ്ക്ക് ചോറുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും പറയും ഇപ്പോൾ എല്ലാ സാമ്പാറും എന്ന് വെച്ചാൽ നമുക്ക് ചില സാമ്പാർ എപ്പോഴും ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയേക്കാളും അത് നമ്മൾ എന്തെങ്കിലും വില കൂട്ടി ചെയ്യുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത് കേട്ടോ. ബാക്കിയുള്ളവർക്കുള്ള സാമ്പാറൊക്കെ പാടക്കൂടി അപ്പവും സാമ്പാറും എല്ലാതും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഒക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നില്ലേ നേരത്തെ ഇങ്ങോട്ട് വേറൊരു പാത്രത്തേക്ക് പകർത്തി ആ ഒരു സാമ്പാർ ചൂടാറിയതിന് ശേഷം ഇതേമാതിരി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അടുപ്പിൽ ഒക്കെ റെഡിയാക്കിയിട്ട് അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അത്രയ്ക്ക് വലിയ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.